ചെയ്യുകയാണ്. ആദ്യം തന്നെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ജസ്റ്റ് ഒരു ഇൻട്രോ നൽകി ഞാൻ തുടരുവാൻ ആഗ്രഹിക്കുമെങ്കിലും പുതുമ ഒളിപ്പിച്ച് പാട്ടിൻ്റെ പാലാഴി തീർക്കുന്ന അതുല്യ കലാകാരൻ തന്നതായ ചിരിയും അതിലേറെ മനോഹരമായ ശബ്ദവും നൽകി നമ്മെ വിസ്മയിച്ച ദ വൺ ആൻഡ് ഓൺലി ലെജൻഡറി മ്യൂസിഷ്യൻ ശരത് സാർ. നല്ലൊരു കൈയടി തന്നെ ശരത് സാറിന് സമർപ്പിക്കാം പ്ലീസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. അടുത്തതായി നമ്മുടെ പ്രസിഡന്റ് അറ്റൂർ കഴിവന്തേട NSS കരയോഗത്തിൻ്റെ കൃഷ്ണകുട്ടി നായർ സർ തൻ്റെ പ്രവാസ ജീവിതത്തിൽ തന്നെ സംഗീതം എന്ന പ്രണയത്തെ ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും ഒരു നിമിഷം എണീറ്റ് നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ അഗജാനനപദ്മാർഗം ഗജാനനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ ഏകദന്തമുപാസ്മഹേ. ദേവിയുടെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നിഷ്ട ദൈവം നമ്മുടെ അമ്മയുടെ നാമത്തിൽ 2 പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആൽബം ഇവിടെ പ്രകാശനം ചെയ്യുന്ന ഈ സുദിനത്തിൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മകൻ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ സരസാർ നമ്മുടെ ഈ വേദിയിൽ വന്ന് ആ പാട്ടിനെ കമ്പോസ് ചെയ്ത് എഴുതി അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏവർക്കും വളരെ ആനന്ദമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സരസാറിനെ പറ്റി അറിയാത്ത ആരും തന്നെ മലയാളികൾ ഇന്ത്യയിലോ പുറം ലോകത്തോ ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം പല ഒരു സ്റ്റാർ സിംഗിലൂടെയും നമ്മളെല്ലാം കണ്ടിട്ടുള്ളൊരു മകൽ വ്യക്തിയാണ്. അദ്ദേഹം ഇന്ന് ഇവിടെ വന്ന് ഈ ചടങ്ങിന് നേതൃത്വം വഹിക്കുക എന്ന് പറഞ്ഞാൽ മലയാളികളായ ഞങ്ങൾ ഏവരും അഭിമാനം കൊള്ളേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് ആദ്യമായി ഈ വേദിയിലേക്ക് ഞാൻ സസ്നേഹം സ്വാഗതം ആശംസിക്കുന്നു. അടുത്തായിട്ട് നമ്മുടെ 19 വർഷക്കാലമായി നമ്മുടെ ക്ഷേത്രത്തിന് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യൻ സഹോദരൻ ശ്രീ കൃഷ്ണൻകുട്ടി സാർ അവർ. അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി വളരെ പ്രയത്നിച്ച ഒരാളാണ്. അദ്ദേഹം ഇന്നിവിടെ ആഹതനായി ഞങ്ങൾക്കെല്ലാം അദ്ദേഹം പാട്ടെഴുതിയ മിസ്റ്റർ വിനോദിന് ആശംസയും അദ്ദേഹത്തിന് അനുഗ്രഹം നൽകാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെയും ഞാൻ ഏവരുടെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുൻ സെക്രട്ടറി ആയിരുന്ന ക്ഷേത്രത്തിൻ്റെ നാട്ടിൻ്റെയും പല കാര്യങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന ബഹുമാനപ്പെട്ട സുകുമാരൻ നായർ അവർ. അദ്ദേഹം ഇന്ന് അമ്പല കമ്മിറ്റിയുടെ അംഗമാണ്. ആ മഹൽ വ്യക്തിത്വത്തിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് സെക്രട്ടറി അഖില ഭാരത സേവാ സംഘത്തിൻ്റെ സെക്രട്ടറി ശ്രീ അശോകൻ സാർ. അദ്ദേഹം ഇന്നിവിടെ ആഹനായിട്ടുണ്ട്. ആ മഹൽ വ്യക്തിയെയും ഞാൻ എല്ലാവരുടെ പേരിലും ഈ സ്വാഗതം അർപ്പിക്കുന്നു. നമ്മുടെ നായർ കരയോഗത്തിനെ ഒന്നാക്കി ചേർത്ത് ഈ കന്യാകുമാരിയിൽ ഒരു നായർ സംഘടന ഉണ്ടാക്കി അതിൻ്റെ പ്രസിഡൻ്റായി വളരെ കാലം നായേഴ്സിൻ്റെ ആ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ബഹുമാന്യനായ അഡ്വക്കേറ്റ് ശിവകുമാര സാർ അവർ. അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നം നമുക്ക് മറക്കാവുന്നതല്ല. അദ്ദേഹം നമുക്ക് തന്ന സേവനങ്ങൾ ഒട്ടനവധിയാണ്. ആ മഹൽ വ്യക്തിയെ ഞാൻ ഏവരുടെ പേരിലും എൻ്റെ പേരിലും ഈ സ്വാഗതം അർപ്പിക്കുന്നു.
എല്ലാത്തിനും ഉപരിയായി ഈ സുദിനം നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു സുദിനമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ കൂടൊപ്പം തന്നെ ജീവിച്ച് ഒരു കലാലോകമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഗോപിനാഥ് വിനോദിനെ കുറിച്ചാണ്. ഞങ്ങളുടെ ആയിരക്കണക്കിന് കലാകാരന്മാരെ വളർത്തിവിട്ട ഒരു കുടുംബത്തിൽ നിന്നും നമുക്ക് അമ്മയുടെ നാമത്തിലും ചേർത്ത് 7 പാട്ടുകൾ അദ്ദേഹം എഴുതുകയും അതിനെ കമ്പോസ് ചെയ്ത് പലരെയും കൊണ്ട് പാടി, നമ്മുടെ MG സാർ മുതൽ അർച്ചന മുതൽ എല്ലാവരെയും കൊണ്ട് പാടിപ്പിച്ച് ആ ഒരു പ്രകാശനം ചെയ്യാനായിട്ട് അദ്ദേഹം എടുത്ത ഒരു റിസ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അദ്ദേഹം നമ്മുടെ നാട്ടിൻ്റെ തന്നെ അഭിമാനമാണ്. നമ്മുടെ കഴിവന്തിട്ടയ്ക്ക് ഇന്നു മുതൽക്കുണ്ടാകുന്ന ആ പാട്ടിൻ്റെ പേരിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥാനം വളരെ വലുതാണ്. അദ്ദേഹത്തിനെയും ഞാൻ ഹാർദവമായി സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പല കരയോഗങ്ങളിൽ നിന്നും ക്ഷണിച്ചിവിടെ എത്തിയിട്ടുള്ള മഹൽ വ്യക്തികളുണ്ട്, ഗുരുഭൂതന്മാരുണ്ട്. എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ നാട്ടിലുള്ളതും പുറത്തുള്ളതുമായ സഹോദര സഹോദരിമാരോട് എത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാത്തിനും ഉപരിയായി വിനോദ് രചിച്ച ഈ ഗാനങ്ങൾക്ക് പിന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച, അതാണ് മുഖ്യമായ കാര്യമാണ്. അവരെല്ലാവരും ഇരിപ്പുണ്ട്, ഫ്രണ്ടിലിരിപ്പുണ്ട്. ഓരോരുത്തരെയും എടുത്തു പറയുന്നില്ല. എല്ലാ വ്യക്തിത്വങ്ങൾക്കും മനസ്സിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ കുഞ്ഞുങ്ങൾക്കും നാട്ടുകാർക്കും ഒന്നുകൂടി സ്വാഗതം ചെയ്ത്, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്ത് എൻ്റെ ഈ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും എണീറ്റ് നല്ലൊരു കൈയ്യടി നൽകണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമ്മെ സംബന്ധിച്ച് ഇന്ന് വളരെ മഹത്തായ ഒരു സുദിനമാണ്. സോ എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് നല്ലൊരു സ്റ്റാൻഡിംഗ് ഒവേഷൻ പ്ലീസ്. ഇന്നത്തെ ഈ ഒരു ലോഞ്ചിൻ്റെ സമയത്ത് പ്ലീസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ. നല്ലൊരു കൈയ്യടി. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് സീറ്റിലേക്ക് ഇരിക്കാവുന്നതാണ്. സോ ഇന്ന് നമ്മെ സംബന്ധിച്ച് വളരെ ധന്യമായ ഒരു മുഹൂർത്തമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഐശ്വര്യപൂർവ്വം ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഇന്നത്തെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാവുന്നതാണ്. ഞാൻ അതിനുവേണ്ടി നമ്മുടെ വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യുകയാണ് ഫോർ ദ ഓസ്പീഷ്യസ് ലൈറ്റ് ലാമ്പിംഗ് സെറമണി. ആദ്യമായിട്ട് നമ്മുടെ ശരത് സർ, അതുപോലെ കൃഷ്ണകുട്ടി നായർ സർ, സുലേഖ മാം, സതീഷ് സർ, ബിന്ദു വിനോദ് മാം, സുകുമാരൻ നായർ സർ ആൻഡ് രാഗി സജീവ് മാം, ഇവരെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഫോർ ദ ലാബ് ലൈറ്റിംഗ്. ഓൾ ദ ഡിഗ്നിറ്ററീസ് ടു പ്ലീസ് ജോയിൻ ദം. നല്ലൊരു കൈയ്യടി തന്നെ ഈ ഒരു നിമിഷം പ്രതീക്ഷിക്കുന്നു ഫ്രം ദ ഓഡിയൻസ് സൈഡ്. ഇന്ന് എനിഷ്ട ദൈവം എന്ന ആൽബത്തിൻ്റെ ലോഞ്ചാണ്. അതിൻ്റെ ഒഫീഷ്യൽ ചടങ്ങുകളുടെ ഭാഗമായിട്ട് ഏറ്റവും ഐശ്വര്യപൂർവ്വം ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ശരത് സാർ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. അടുത്തതായി മറ്റു വിശിഷ്ട വ്യക്തികളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഫോർ ദ ലാമ്പ് ലൈറ്റിംഗ്. നല്ലൊരു കൈയ്യടി തന്നെ പ്ലീസ്. നമ്മളെ സംബന്ധിച്ച് ഏറെ സന്തോഷകരമായ ഒരു നിമിഷമാണിത്. എനിഷ്ട ദൈവം എന്നൊരു ആൽബം ഇവിടെ ലോഞ്ച് ആവുകയാണ്. 7 പാട്ടുകൾ അടങ്ങിയ ഒരു മനോഹരമായ ആൽബമാണ്. കളർ മീഡിയ പ്രൊഡക്ഷനിൽ നമ്മുടെ സ്വന്തം ഗോപിനാഥ് വിനോദ് സാറ് രചന നൽകി സംവിധാനം ചെയ്ത എനിഷ്ട ദൈവം എന്ന ആൽബത്തിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചാണ് വേദിയിൽ നടക്കുന്നത്. Is our culture, and it's never just entertainment. It is memory, emotion, and devotion woven into sound. What we are gathered to celebrate today is not merely an album release, but a journey, one that began quietly with sincerity and faith. In the late months of 2025, around the time of Onam, my father, G. Vinod, was living alone in Oman.
With weekends stretching long and quiet, he found comfort in music and companionship. Visiting the home of his very close friend, Mr. Sajeev, a small group of friends began meeting regularly, singing together, reconnecting with culture, and sharing moments of joy far, far away from home. On one special Onam day, inspired by the spirit of King Mahabali himself, unity and celebration, Mr. G. Vinod felt an urge to create something very meaningful. He composed an Onam song written straight from the heart, and his friend Mr. Sajeev gave it voice. When this song was shared on Facebook, it struck a chord with many. The response was overwhelming. The song traveled far beyond expectations, liked, shared, and warmly received by friends and listeners alike. Messages of encouragement poured in, urging him to take this passion forward and create music more seriously. Motivated by the love and support, my father and his friends committed themselves fully. What began as one song grew into 7 original compositions, each song written and composed by my father, while his friend lent his voice, singing 3 tracks and preparing versions of all 7. With this growing dream, they returned to India, where the journey took an important turn. Here they met my father's very close friend, Mr. Jain, and Mr. Jain, recognizing the potential of sincerity behind this project, introduced them to Mr. Saji, a musician who played a huge part in the studio where the entire album was brought to life. It was within those studio walls that these songs truly found their form and shaped with dedication, patience, and belief. And today, this journey reaches a truly special milestone. We are deeply honored and grateful to have the legendary singer himself, Sri M.G. Sri Kumar, to lend his voice to a couple of the songs in this album. His presence adds not just a musical brilliance, but a timeless blessing to this creation. And today this celebration becomes even more special. We are truly honored to have Sri Sharad Kumar sir with us today in our presence to graciously inaugurate this album. His presence adds immense value and dignity to this moment. It is also worth sharing a small but meaningful moment from this journey. During the time of recording at the studio, my parents, along with close friends and family, had the opportunity to meet Sri Sharad Kumar sir there. At the moment, they never imagined that the same person they met so simply would one day grace the occasion as the chief guest of the album release. His presence reminds us that life has its own beautiful way of bringing moments together. And we are truly honored to have Sri Sharad Kumar sir here to inaugurate this album. With that, I request Mrs. Varsha to kindly take over the proceedings. Thank you. Thank you so much, Vidya. വെറുമൊരു വിനോദമല്ല, അത് ശബ്ദരൂപത്തിലും നെയ്തെടുത്ത ഓർമ്മകളും വികാരങ്ങളും ഭക്തിയുമാണ്. നാം ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് കേവലം ഒരു ആൽബം പ്രകാശനത്തിലല്ല, മറിച്ച് നിശബ്ദമായി ആരംഭിച്ച് ആത്മാർത്ഥതയോടെയും വിശ്വാസത്തോടെയും വളർന്ന ഒരു വലിയ യാത്രയുടെ സാഫല്യത്തിലാണ്. 2025 അവസാന മാസങ്ങളിൽ ഒരു ഓണക്കാലത്താണ് ഈ കഥ തുടങ്ങുന്നത്. ഒമാനിൽ ഒറ്റയ്ക്കായി താമസിച്ചിരുന്ന ശ്രീ ജി വിനോദ് ഒഴിവു സമയങ്ങളിൽ സംഗീതത്തിലാണ് ആശ്വാസം കണ്ടെത്തിയത്. തൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ സജീവിൻ്റെ വീട്ടിൽ ഒത്തുചേർന്ന് സുഹൃത്തുക്കൾക്കൊപ്പം പാട്ടുകൾ പാടിയും സംസ്കാരം പങ്കുവച്ചും അവർ ആ നിമിഷങ്ങൾ ആഘോഷമാക്കി. ആ ഓണനാളിൽ മഹാബലി തമ്പുരാന്റെ സ്മരണയിലും ഒരുമയുടെയും ആവേശത്തിൽ അദ്ദേഹം ഹൃദയത്തിൽ നിന്ന് ഒരു ഓണപ്പാട്ട് രചിച്ചു. ശ്രീ സജീവ് അതിന് ശബ്ദം നൽകി. ആ ഗാനം ഫേസ്ബുക്കിൽ പങ്കുവച്ചപ്പോൾ ലഭിച്ച പ്രതികരണം അത്ഭുതകരമായിരുന്നു. പ്രതീക്ഷിച്ചതിലും അപ്പുറമായി ആ പാട്ടിന് ലഭിച്ച സ്നേഹം സുഹൃത്തുക്കളും
കൂട്ടം ശ്രോതാക്കളും ആ ഗാനം നെഞ്ചിലേറ്റി. ആ പ്രോത്സാഹനമാണ് സംഗീതത്തെ ഗൗരവമായി സമീപിക്കാൻ അവർക്ക് കരുത്തായത്. അങ്ങനെ ഒരു ഒറ്റ പാട്ടിൽ തുടങ്ങിയ ആ യാത്ര 7 മനോഹര ഗാനങ്ങളിലേക്ക് വളർന്നു. ശ്രീ ജി വിനോദ് തന്നെ രചനയും സംഗീതവും നിർവഹിച്ച ഈ ഗാനങ്ങളിൽ 3 ശ്രീ സജീവ് ശബ്ദം നൽകുകയും ബാക്കി ഗാനങ്ങളുടെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തു. ഈ സ്വപ്നവുമായി അവർ നാട്ടിലെത്തിയപ്പോൾ യാത്രയിൽ നിർണായകമായ ഒരു വഴിത്തിരിവുണ്ടായി. പിതാവിൻ്റെ സുഹൃത്തായ ശ്രീ ജയൻ വഴി അവർ പ്രശസ്ത സംഗീതജ്ഞൻ ശ്രീ ഷാജിയെ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിലാണ് ഈ ആൽബം പൂർണ്ണരൂപം പ്രാപിച്ചത്. അർപ്പണബോധത്തിൻ്റെയും ക്ഷമയുടെയും ആ സമൂഹ ഒത്തൊരുമയുടെയും വെച്ച് ഈ പാട്ടുകൾ ജീവൻ ലഭിച്ചു. ഇന്ന് ഈ യാത്ര ഒരു വലിയ നാഴികക്കല്ലായി നിൽക്കുന്നു. ഇതിഹാസ ഗായകൻ ശ്രീ MG ശ്രീകുമാർ സർ ഈ ആൽബത്തിലെ 2 ഗാനങ്ങൾക്ക് ശബ്ദം നൽകി. ഇത് ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ സൃഷ്ടിക്ക് ഒരു കാലാതീതമായ ശോഭ നൽകുന്നു. ഈ ചടങ്ങിൽ മാറ്റുകൂട്ടുവാനായി പ്രിയങ്കരനായ ശ്രീ ശരത് കുമാർ സാർ നമ്മോടൊപ്പമുണ്ട്. ഈ ആൽബം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം എത്തിച്ചേർന്നതിൽ ഞങ്ങൾ ഒരുപാട് അഭിമാനിക്കുന്നു. നന്ദിയോടെയും സന്തോഷത്തോടെയും നമുക്ക് ഈ ഒരു ചടങ്ങിലേക്ക് കടക്കാം. ആദ്യമായി നമ്മുടെ എന്നിഷ്ടം ആൽബത്തിൻ്റെ ഒഫീഷ്യൽ ഓഡിയോ ലോഞ്ചിലേക്ക് കടക്കുകയാണ്. ആൻഡ് ഐ റിക്വസ്റ്റ് അവർ ശരത് സാർ ടു ഡു ദ ഓണർ. ഒരു നിമിഷം ഒരിക്കൽ കൂടി എണീറ്റ് അഭ്യർത്ഥിക്കുകയാണ്. എന്നിഷ്ടദൈവം എന്ന ആൽബത്തിന്റെ ഒഫീഷ്യൽ ഓഡിയോ ലോഞ്ചിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ എം ഗോപിനാഥൻ സാറ് രചന നൽകി സംവിധാനം ചെയ്ത എന്നിഷ്ടദൈവം എന്ന ആൽബം ഇവിടെ ഒഫീഷ്യൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശരത് നല്ലൊരു കൈയ്യടി തന്നെ ഈ ഒരു നിമിഷം പ്ലീസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. പാദസ്മരാമി ഗണനാഥമുഖാരവിന്ദം നേത്രത്രയം മദസുഗന്ധിതഗണ്ഡയുഗ്മം ശുണ്ഡഞ്ചരത്നകഠമണ്ഡിതമേഘദന്തം ധ്യാനേന ചിന്തിതഫലം വിതരന്നമീഷ്ണം നമോ ഗണപതേ വിഘ്നേശ്വര നമോ ഗണപതേ നമോ നമഃ. ഗണപതി ഭഗവാൻ കൂടെയുണ്ടെന്നും വിഘ്നങ്ങൾ വരുത്താതെ കാത്തിടണേ. ഗണപതി ഭഗവാൻ കൂടെയുണ്ടെന്നും വിഘ്നങ്ങൾ വരുത്താതെ കാത്തിടണേ. ഈ ജന്മം തീരും വരെ എന്നിഷ്ടദൈവം പ്രാർത്ഥനകൾ കേണമേ ആദിമൂലമായ ഗണപതി ഭഗവാൻ കൂടെയുണ്ടെന്നും വിഘ്നങ്ങൾ വരുത്താതെ കാത്തിടണേ.
അനുഗ്രഹിക്കണമേ നേർവഴി കാട്ടിടണേ വിഘ്നവിനായക കൈ ആ തുമ്പിക്കൈയാൽ അനുഗ്രഹിക്കണമേ നേർവഴി കാട്ടിടണേ വിഘ്നവിനായക ഗണപതി ഭഗവാൻ കൂടെയുണ്ടെന്നും വിഘ്നങ്ങൾ വരുത്താതെ കാത്തിടേ തിരുനടയിൽ നിൽക്കുമ്പോൾ തിരുമാറിൽ ചാർത്തിയ കറുകയായിരുന്നെങ്കിലെന്നോർത്തുപോയി തിരുനടയിൽ നിൽക്കുമ്പോൾ തിരുമാറിൽ ചാർത്തിയ കറുകയായിരുന്നെങ്കിലെന്നോർത്തുപോയി കൈ ആ തുമ്പിക്കരമോടഞ്ചു കരം കൊണ്ട് തുன்பങ്ങൾ തീരണേ സിദ്ധിവിനായക കൈ ആ തുമ്പിക്കരമോടഞ്ചു കരം കൊണ്ട് തുன்பങ്ങൾ തീരണേ സിദ്ധിവിനായക ഗണപതി ഭഗവാൻ കൂടെയുണ്ടെന്നും വിഘ്നങ്ങൾ വരുത്താതെ കാത്തിടണേ ഗണപതി ഭഗവാൻ കൂടെയുണ്ടെന്നും വിഘ്നങ്ങൾ വരുത്താതെ കാത്തിടണേ ഈ ജന്മം തീരും വരെ എന്നിഷ്ട ദൈവം പ്രാർത്ഥന കേൾക്കണമേ ആദിമൂലനായക ഗണപതി ഭഗവാൻ കൂടെയുണ്ടെന്നും വിഘ്നങ്ങൾ വരുത്താതെ കാത്തിടണേ Thank you so much. Now I request all our എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി പൊങ്കൽ ഒക്കെ കഴിഞ്ഞെങ്കിലും കിടന്നോട്ടെ. ഒരു രസമല്ലേ ഇതൊക്കെ. ഈ ഒരു ഏരിയയിൽ ഞാൻ ആദ്യമാണ് കേട്ടോ. എൻ്റെ വളരെ ചെറുപ്പത്തിൽ കന്യാകുമാരിയിൽ പോയിട്ടുണ്ട്, അമ്മയെ കാണാൻ തൊഴാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് ഞാൻ ആദ്യം ഇവിടെ. അപ്പോൾ കുറേ സന്തോഷം. ഞാൻ ആദ്യം ചോദിച്ചു, ഞാൻ തമിഴിൽ പേശണമോ മലയാളത്തിൽ പേശണമോ? അപ്പോൾ ഈ രണ്ടിൻ്റെ ഇടയ്ക്കൊരു ഭാഷ എവിടെ നല്ലതെന്ന് പറഞ്ഞു. എനിക്ക് അറിഞ്ഞുകൂടാതെ. എന്തെങ്കിലും എന്നിഷ്ട ദൈവം ഗോമിതാദ് വിനോദ്, അദ്ദേഹം എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, ഇവിടെ ഇത് കീറി പറഞ്ഞ് കിടന്നുകൊണ്ട് ആരെന്ന് വായിക്കായിരുന്നു. പ്രൊഡ്യൂസർ എല്ലാം അദ്ദേഹം തന്നെയാണ് കേട്ടോ. എഴുതി പ്രൊഡ്യൂസ് ചെയ്ത് കമ്പോസ് ചെയ്ത്. ഇത് എന്തിൻ്റെ ബാനറാണ്? തളിർ മീഡിയ പ്രൊഡക്ഷൻ. അപ്പോൾ എന്തൊക്കെയാലും കുറേ ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഓഡിയോ ലോഞ്ചിന് മൊത്തം പാട്ടിരുന്ന് കേൾക്കുന്നത്. അതൊരു സന്തോഷം. ഞാനിപ്പോൾ എം ടി അണ്ണൻ്റെ പാട്ട് വന്നപ്പോൾ ഞാനതൊന്ന് റെക്കോർഡ് ചെയ്ത് എം ടി അണ്ണന് അയച്ചു കൊടുത്തു. ഞാനിങ്ങനെ പറയുന്നത്, ഞാൻ ഇതിൻ്റെ ലോഞ്ചിന് വന്നിരിക്കുക അണ്ണാച്ചി. അപ്പോൾ കുറേ സന്തോഷം. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സൃഷ്ടിക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ, ദൈവകടാക്ഷം ഉണ്ടാകട്ടെ, ഇതെല്ലാവരും കേൾക്കട്ടെ. അതാണ് സുപ്രധാനമായിട്ട് വേണ്ടത്. എന്തൊക്കെയാലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ സന്തോഷം. എല്ലാവരും നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇങ്ങനൊരു എന്താ പറയണ്ടേ, ഇങ്ങനൊരു ഫങ്ഷന്
വരാൻ കഴിഞ്ഞത് കുറേ സന്തോഷം. ഞാനിത് ഇവിടെ വന്നിട്ടുമില്ല, അപ്പം അതിൻ്റെ ഒരു പുതുമ എനിക്കുണ്ട്. അപ്പോൾ എല്ലാവരെയും കണ്ടതിൽ കുറേ സന്തോഷം. ഈ ഒരു ആൽബത്തിന് എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. സൈഡിൽ ഒരു 2 വരി പാട്ട് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ നമുക്ക്? അത് ഉണ്ടാവുമോ അല്ല ഉണ്ടാവുമോ ഉണ്ടാകുമോ അതാണ് അമ്മ വെടിപൊട്ടിക്കുകയാണ്. ഇതൊന്നും വേണ്ടെന്ന് നിങ്ങൾ ഉറങ്ങിക്കോ, ഞാനിത് 2 ടൈം പാടിക്കാം. ഏതാണ് ഇത് അടിക്കാൻ പോകുന്നത്? ഞാനൊരു ശ്രീകൃഷ്ണനുണ്ട്, ഫ്ലൂട്ടുണ്ട് ഇതരാൻ ഒരു 6 ശബ്ദം പോയിട്ടുണ്ട്. ഇന്നലെ അത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പാടി. വോയിസ് പറഞ്ഞു തരാം. ഇവിടെ കൂട്ട് കുറച്ച്
ഏതോ പദം തേടുന്നു ഈ നമ്മൾ നിന്മോനമോ ഭൂമാനമാ നിന്ദാഗമോ ഭൂവാളമാ എന്നുള്ളിൽ നീ പുലർകന്യയാ ശ്രീരാഗമോ തേടുന്നു നീ പൊൻതന്തി. ഞാൻ പാടിത്തരാം, അന്നൊരു ഇഷ്യൂ അല്ല. അതെ, എനി സജഷൻ, എനി റിക്വസ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? അറിയാവുന്നതായിരിക്കും കേട്ടോ, ചുമ്മാ വല്ല പാട്ട് പറഞ്ഞാൽ ആ പാടത്തില്ല. ചേച്ചി എന്താ ചേച്ചി സാധാരണ പാട്ടൊന്നും പോരാ. അതേക്കാളും താങ്ക് യു. എന്താ പേര്? രൂപിണി. ആ രോഹിണി. രോഹിണി, അത് താങ്ക് യു. കാരണം ഈ ഒരു പാട്ട് ഞാൻ ചെയ്തതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഇത് കുറച്ചൊരു കോംപ്ലക്സ്ഡ് ആണ്. അതിൻ്റെ ഒരു കോംപ്ലക്സ് അത് എന്തൊക്കെയാലും ഈ ഒരു പാട്ട് വരാൻ കാരണം ഇതിൻ്റെ ഡയറക്ടർ സിബി മലയിലാണ്. അപ്പോൾ അണ്ണാച്ചിക്ക് എൻ്റെ പ്രത്യേക താങ്ക്സ്. സമാധാനം. രാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ ഒരു നാടൻ പെണ്ണിൻ അനുരാഗം പോലെ സുഖരാഗം കാട്ടി നിറയുന്നു മെല്ലെ ഇളകുന്നു കുടിയോളം പ്രണയരാവിൽ വീണാനാദം പോലെ കാവിൽ സന്ധ്യാഗീതം പോലെ. മതിയോ രോഹിണി? പാടുവോ? ഇതാ പറഞ്ഞു വരാനുള്ളത് വഴി തങ്ങത്തില്ല. ഒരു മിനിറ്റ്, ഇതറിയാൻ പാട്ട് അറിയാൻ മായാമതി. ഞാൻ പാടി സമാധാനം. എഴുതിരി വിളക്കിൻ്റെ മുൻപിൽ ചിരിതൂകി മനത്താനം കൊണ്ടുവന്നതായി. എഴുതിരി വിളക്കിൻ്റെ മുൻപിൽ ചിരിതൂകി മനത്താനം കൊണ്ടുവന്നതായി. കനകമഞ്ചാടി പോലെ പോലെ അഴകു തൂങ്ങി
ഏരിയയിൽ കണ്ടുപോയി. അല്ല പാടാൻ വിളിച്ചപ്പോൾ വന്നല്ലോ നോക്കിയല്ലോ, അത് വലിയ വേണം, വലിയ വേണം. തട്ടി വീഴ്ത്തി വന്നതോ വന്നു. അല്ല അത് കമ്പോസ് ചെയ്ത ഒരാളുടെ കൂടെ വന്നതിട്ട് പാടിയില്ല. അത് ഞാൻ ഈ രാവിലെ വീണാന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവനെ വിളിച്ചത്. ആ രോഹിണിയെ വിളിച്ചത്. ഇപ്പൊ രോഹിണി ഒരു പാട്ട് എന്നെ അറിഞ്ഞൂടാ, അങ്ങനെ ഇരിക്കുക. ഇപ്പൊ എല്ലാവർക്കും എല്ലാം നന്മയുണ്ടാവട്ടെ. ഞാൻ ഒരു പാട്ടിൻ്റെ പല്ലയും കൂടെ പാടിത്തരുന്നത്. ഇതൊരു ഭക്തി ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല. നമ്മുടെ കൈതപ്പുറ നാച്ചി എഴുതിയ നാച്ചി തോക്കും പീരങ്കിയൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്ന സമയത്ത് അതൊക്കെ മേടിച്ച് കടത്തിൻ്റെ തമ്പുരു കയ്യിൽ കൊടുത്ത ഒരു ചിത്രമാണ് സിന്ദൂര ലേഖനം. അപ്പൊ അതിലെ ഒരു പാട്ട് ഉഗ്രൻ ലിറിക്കാണ്. പ്രണതോസ്മി ഗുരുവായൂരേശം പ്രതിമനുചേത സ്വരഹരിപാദം പ്രേമാശ്രുവാ പരിപൂർണമീ സ്വരഭാജനം കരുണാനിധേ സത്യം പ്രദഭരിതത്വം മമ ഹൃദയം ഭക്തി സ്വരൂപിതം പ്രണതോസ്മി ഗുരുവായൂരേശം പ്രതിദിനമനുചേത സ്മരഹരിപാദം. Thank you. Thank you so much. Thank you so much, sir. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ നല്ലൊരു കൈയ്യടി തന്നെ ഈ ഒരു നിമിഷം പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി ഇന്നത്തെ ചടങ്ങിൽ ആശംസാ പ്രസംഗം പറയുവാൻ വേണ്ടി അഡ്വക്കേറ്റ് ബി ശ്രീകുമാരൻ സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.